കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തവണ തണുപ്പ് വളരെ കൂടുതലായിരുന്നു ക്രിസ്മസിന്. ക്രിസ്മസ് അവധിക്കാലം പതിവിലധികം ദിവസങ്ങൾ കൂടുതലുണ്ടായിരുന്നു താനും. ഈ ഒരു അവധിക്കാലത്ത് രാവിലെ പുതച്ച് ഉറങ്ങിക്കിടക്കാനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെട്ടത്. നടത്തമൊക്കെ മുടങ്ങി, എക്സസൈസുകൾ കുറഞ്ഞു, കൂടുതൽ ആഹാരം കഴിച്ചു, ന്യൂ ഇയർ പാർട്ടികളിൽ പങ്കെടുത്തു. ഇവിടെ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ കുറച്ചു കാലത്തേക്ക് മറന്നിരിക്കുകയാണ്. നമ്മളിൽ ചിലരെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ടാവാം. എന്നാൽ ന്യൂ ഇയർ തുടങ്ങി 2 ആഴ്ചയാവുമ്പോഴേക്കും ഇതൊക്കെ കാറ്റിൽ പറന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയാലേ മുമ്പോട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ നടത്തണം എന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ഈ പുതുവർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെ ലാബ് ടെസ്റ്റുകൾ ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ അതിനായിട്ട് മാറ്റാം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീദ, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ ഈ 5 ടെസ്റ്റുകളിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തേത് ബ്ലഡ് ഷുഗർ ലെവൽസ് ആണ്. ഇത് പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം രാവിലെ വെറും വയറ്റിൽ ബ്ലഡ് കൊടുക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ് ഇതിന്റെ പേര്. തലേന്ന് രാത്രി ഒരു 9 മണി മുതൽ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിർത്തിവെക്കാം. ആദ്യം ലാബിൽ ചെന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൊടുക്കാം. ഭക്ഷണം കഴിച്ച് ഒരു 1.5 മുതൽ 2 മണിക്കൂറിന്റെ ഇടയിൽ PPBS എന്ന ടെസ്റ്റ് കൊടുക്കാം. ഷുഗർ ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ HbA1c എന്ന ടെസ്റ്റ് 3 മാസത്തിലൊരിക്കൽ ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പോൾ FBS, PPBS, HbA1c ഇതാണ് ആദ്യത്തെ ടെസ്റ്റ്. നമ്മളിത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷുഗറിന്റെ സാധ്യത നമുക്കുണ്ടോ? ഷുഗർ ഉള്ള രോഗികളാണെങ്കിൽ നമ്മുടെ പ്രമേഹം കൺട്രോളിലാണോ? കേക്കൊക്കെ കഴിച്ചപ്പോൾ ഇത് കൂടി പോയിട്ടുണ്ടോ? ഭക്ഷണം അമിതമായിട്ട് ഡിസംബർ കാലത്ത് കഴിച്ചിട്ടുണ്ട്? ഇതിനുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ലെവൽ എന്തായിരിക്കും എന്നറിയാനായിട്ടുള്ള ടെസ്റ്റാണ്. ഇതും വെറും വയറ്റിൽ തന്നെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഹൃദയാരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോൾ ലെവൽസ്. അപ്പോൾ ഇത് അറിയുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരം ടെസ്റ്റുകളുടെ ഒന്നും നോർമൽ വാല്യൂസിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ടെസ്റ്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ടുള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, കരൾ രോഗങ്ങളൊക്കെ വരുന്നത് മദ്യം കഴിക്കുന്നവർക്കല്ലേ? എന്നാൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മറ്റൊന്നാണ്. മദ്യം കഴിക്കാത്തവരിലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഓരോ മലയാളിയും ഏറ്റവും പ്രാധാന്യം എടുത്ത് തന്നെ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിൽ ഒന്നാവട്ടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. നാലാമത്തേത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ ഡിസംബർ കാലത്ത് പുതപ്പിന്റെ അടിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ്, എപ്പോഴും കിടക്കണമെന്നുള്ള തോന്നലും വെയിറ്റ് കൂടുന്നതും ഒക്കെ തൈറോയിഡ് രോഗത്തിന്റെ അടയാളമായിട്ടാവാം. അതുകൊണ്ട് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്തു നോക്കാനുള്ളത് സിറം വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ ഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ്. ജോയിന്റ് പെയിൻസ്, മസിൽ പെയിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വൈറ്റമിൻ D പ്രധാനമാണ്. വെയിൽ കൊള്ളാത്തവരൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ D ലെവൽസ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഇനിയുള്ള മാസങ്ങളിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയിലെത്തുകയും ചെയ്യാം. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ട 5 ടെസ്റ്റുകളിൽ ഏറ്റവും ആദ്യത്തേത് ഷുഗറിന്റെ നില അറിയാനായിട്ടുള്ള FBS, PPBS. രണ്ടാമത്തേത് കൊളസ്ട്രോൾ ലെവൽസ് അറിയാനായിട്ടുള്ള ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ. മൂന്നാമത്തേത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെയുള്ളത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. അഞ്ചാമതായിട്ട് വരുന്നത് സിറം വൈറ്റമിൻ D. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇത് നോർമൽ ആണോ എന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ ഇതിനൊക്കെ ആയിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നില എങ്ങനെ, കൂടുതൽ ചേഞ്ച് വരാതിരിക്കാൻ നമുക്ക് എക്സസൈസുകൾ ചെയ്യാം, ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്താം, നമ്മുടെ ഉറക്കം ശരിയാക്കാം, സ്ക്രീൻ ടൈം കുറയ്ക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ പുതുവർഷത്തെ നമ്മൾ കാണേണ്ടത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഒന്ന് അവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണം.